അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് എന്താ പറയുക എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. സോ നമ്മൾ അലമാര ഓപ്പൺ ആക്കി നോക്കാൻ പോവാണ്. സോ കണ്ടാലോ ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയൊക്കെ എന്തൊക്കെ ഡ്രസ്സാണോ നോക്കട്ടോ. ഇവിടേക്കാണ് ഫോൺ. ക്യാമറ എവിടെ വെച്ചിട്ട് ലൈറ്റ് ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അതാണ് ഒരു കൺഫ്യൂഷൻ. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു, പക്ഷേ മാറിപ്പോയി. ഫസ്റ്റ് ഞാൻ എടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. സോ ഇത് വന്നിട്ട് നമ്മൾ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട്, ചെക്കിനായിട്ടല്ല ഫാമിലീസ് ഫുള്ളായിട്ട് കാണാൻ വന്നപ്പോൾ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ പോലെ എല്ലാവരും കൂടി കാണാൻ വരികയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പോയിട്ട് എടുത്ത പുതിയ ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഒരു മെമ്പർ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ആ ഒരു ലെവലിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഈ ഡ്രസ്സ് കാണിച്ചു തരണമെന്നാണ് വിചാരിച്ചത്. അതാണ് ഒരു കൺഫ്യൂഷൻ വന്നത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഹസ്ബൻഡ് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇട്ട ഡ്രസ്സ് ഗായ്സ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇതാണ് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇട്ട ഡ്രസ്സ്, ഒരു ബ്ലാക്ക് ഡ്രസ്സ്. ഇതിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ചെറുതായെന്ന് വെച്ചാൽ അത്രയും ചെറുതായി. ഞാൻ നന്നായിട്ടൊക്കെ വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊട്ടും എനിക്ക് സെറ്റാകത്തില്ല. അപ്പോൾ ഇതാണ് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മൈലാഞ്ചി കല്യാണം ഉണ്ടല്ലോ, മഞ്ഞൾ, ആ ഒരു ഇതാണ് കേട്ടോ, അതിന് എടുത്തിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഞാൻ അത് വല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഞാൻ ആ ഒരു ഇതിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രഗ്നൻ്റ് കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും വണ്ണം വെച്ച് തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്കത് യൂസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. മെമ്മറീസാണ്, ഒന്നും കളയാനും തോന്നുന്നില്ല. അധികം യൂസ് ചെയ്തിട്ടില്ല. അത് കാരണം ഞാനിത്. പിന്നെ ഇത് വന്നിട്ട് നിക്കാഹൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റിൽ ആ ഒരു പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് തരുന്നൊരു ഗിഫ്റ്റ്, ഫസ്റ്റായിട്ട് എനിക്ക് എടുത്തു തന്നൊരു ഡ്രസ്സാണിത്. ഇതും എനിക്കങ്ങനെ വല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചങ്ങ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹാഫ് സാരിയാണ്. അപ്പോൾ നല്ല രസമുണ്ട് സംഭവം. ഞാൻ എന്താ പറയുക, ഒരു 2 പ്രാവശ്യമൊക്കെ ഇനി വീട്ടിൽ മാത്രം അങ്ങനെ ഇട്ടിട്ടുള്ളൂ. പുറത്തേക്കിട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടായില്ല, ഇടാനും പറ്റില്ല. പിന്നെ അങ്ങ് വണ്ണം വെച്ച് കാരണം പിന്നെ തീരെ പറ്റണമില്ല. ബ്ലൗസൊന്നും ശരിയാക്കി ഒരു പക്ഷേ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇനിയൊന്ന് ചെയ്ത് നോക്കണം. ഡ്രസ്സ് ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര രസമുണ്ട്. എന്തായാലും ഇത് പുള്ളിക്കാരനെ ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, സൗദിയിൽ നിന്ന് എനിക്കായിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് വരുമ്പോൾ നിൽക്കാൻ ഇനി അതിൻ്റെ ശേഷം പോയിട്ട് പിന്നെ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു എനിക്ക്. അപ്പോൾ ഇത് കല്യാണത്തോടടുത്തിട്ട് വന്നപ്പം എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന ഫസ്റ്റത്തെ ഗിഫ്റ്റാണ് കേട്ടോ. നല്ല മെമ്മറീസായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ നിക്കാഹ് ഡ്രസ്സ്, ഇതാണ് നമ്മുടെ നിക്കാഹിന് എടുത്തിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ നിക്കാഹിന് എടുത്തിട്ടുള്ള ഡ്രസ്സാണിത്. ഇതും അതുപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതും അതുപോലെ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് യൂസ് ചെയ്യാം, വണ്ണം കുറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രസ്സാണ്. മെമ്മറീസാണ്. എന്തായാലും ഈ ഡ്രസ്സ് ഞാൻ ഒന്നും ചെയ്യത്തില്ല. യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യൂസ് ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ സൂക്ഷിച്ച് വെക്കും കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ അതേപോലെ തന്നെ കല്യാണ തലേന്ന് ഇട്ടിട്ടുള്ള ഡ്രസ്സാണ്. ആ ഒരു മഞ്ഞൾ ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെക്കൻ വന്നപ്പോൾ അപ്പോൾ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇപ്പോൾ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സാണിത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഇനി വരുന്ന ഡ്രസ്സ് ഏതാ നോക്കാം. സോ ഇത് വന്നിട്ട് കല്യാണത്തിൻ്റെ അന്നത്തെ ഒരു സാരിയും കൂടി ഉണ്ട് കേട്ടോ. അത് വേറെ സ്ഥലത്തായിരിക്കുന്നത്, അപ്പുറത്തെ റൂമിൽ അലമാരയിലാണ്. അപ്പോൾ അതെടുക്കാൻ മറന്നു. ഇത് വന്നിട്ട് കല്യാണത്തിൻ്റെ അന്നത്തെ ആണ് കേട്ടോ, അന്നത്തെ വെഡ്ഡിങ് ഡ്രസ്സാണ് ഇത് വന്നിട്ട്. ഇത് നല്ല ഹെവി വർക്കും കാര്യങ്ങളൊക്കെ നല്ല വെയിറ്റൊക്കെ ഉണ്ടത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വരാതെ വേറെ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഡ്രസ്സ് വന്നിട്ട് അങ്ങനെ നല്ലൊരു നമ്മുടെ ഒരു ഉപകാരത്തിൽ പെട്ടിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ തന്നെ നമ്മൾ നല്ല മെമ്മറീസൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കും, പറ്റുകയാണെങ്കിൽ പിന്നീട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ
ഇത്രയേ ഉള്ളൂ എൻ്റെ ഡ്രസ് കളക്ഷൻസൊക്കെ. പിന്നെ ഇത് വന്നിട്ട് ആ സാരീൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ, സാരീൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ സാരി വന്നിട്ട് അപ്പുറത്ത് അലമാരയിലല്ലേ, അപ്പോൾ അത് പിന്നെ കാണിച്ചു തരാം. പിന്നെ വന്നിട്ടുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പിന്നെയും ഞാൻ ഈ സൂക്ഷിച്ച് 2-3 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിന് വന്നിട്ട് സാരി എടുക്കാൻ പൂതിയായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ 10ാം ക്ലാസ്സിലെ ആ ഒരു സെൻഡ് ഓഫ് ടൈമിൽ എടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ ഇത്. അന്ന് എടുത്തിട്ട് ഞാൻ അതുപോലെ എടുത്ത് മാറ്റി വെച്ചാണ്. പിന്നെയും ഞാൻ 2 പ്രാവശ്യമൊക്കെ അതേപോലെ തന്നെ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതാക്കിയതാണ്, എടുത്ത് വെച്ചാണ്. ഇത് വന്നിട്ട് നമ്മുടെ +2ൻ്റെ സമയത്ത് ആ ഒരു ഫങ്ഷൻ ഉണ്ടായപ്പോൾ ഉടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ, ഓണം എന്തോ ആയപ്പോൾ ഉടുത്തിട്ടുള്ള സാരിയാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആർക്കും കൊടുത്തിട്ടില്ല, ആർക്കും കൊടുക്കില്ല. അതും മെമ്മറീസാണ്. നമ്മുടെ ഒരു 10ാം ക്ലാസ് +2 എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു മെമ്മറീസ് അല്ലേ, അത് നമുക്ക് അങ്ങനെ അങ്ങ് മിസ്സാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൽ കാണുന്ന കളറില്ല, കുറച്ചും കൂടി നല്ലൊരു കളറാണ്. ഇതെനിക്കിഷ്ടമായിട്ട് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇത് ഉടുക്കണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചാണ്, ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നല്ല ബ്ലൗസൊക്കെ എടുത്തിട്ട് വേണം ഉടുക്കാൻ. അങ്ങനെ ഈ ഡ്രസ് കളക്ഷൻസാണ് ഇഷ്ടമായത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം ഗൈസ്.